വീടിനുള്ളിൽ രണ്ടുപേരും സുരക്ഷിതരാണെങ്കിലും സന്ധ്യയുടെ കാല് കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. സന്ധ്യയുടെ കാല് കുടുങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കുന്ന ചില ബുദ്ധിമുട്ട് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിജുവിന് ആ നിലയിൽ പുറത്തേക്ക് കടക്കാവുന്ന സാഹചര്യമാണ്. പക്ഷെ പുറത്ത് രണ്ടുപേരും പുറത്തെത്തിക്കണമെങ്കിൽ ഈ മുകളിൽ ഭാഗത്തുള്ള കോൺക്രീറ്റ് മാറ്റം ചെയ്യണം. ഒന്നെങ്കിൽ അത് ജാക്കിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് തകർത്തു കളയോ പൊട്ടിച്ചതിന് ശേഷം മറ്റോ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുള്ളൂ. അത് ഇപ്പോൾ ഇരിക്കുന്ന നിലയിൽ, കോൺക്രീറ്റ് ഇപ്പോൾ ഇരിക്കുന്ന നിലയിൽ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. അത് അവിടെ നീക്കിയാൽ മാത്രമേ പുറത്തേക്ക് എത്തിക്കുള്ളൂ. കൂടാതെ അതിനുള്ളിൽ, വീടിനുള്ളിൽ കാല് കുടുങ്ങിക്കിടക്കുന്ന സന്ധ്യയുടെ കാലുകൂടി ആ പ്രശ്നവും കൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിൻ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടനടി തന്നെ സംഭവ സ്ഥലത്ത് എത്തും എന്ന് അറിയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുന്നു. JCB ഉപയോഗിച്ചുകൊണ്ട് പ്രദേശത്തെ സമീപത്ത് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുകയും പിന്നീട് ഈ കോൺക്രീറ്റ് ഏതെങ്കിലും വിധേന അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഈ JCB ഉപയോഗിച്ച് മറ്റോ കോൺക്രീറ്റ് മാറ്റാൻ ശ്രമിച്ചാൽ ഈ കോൺക്രീറ്റ് പൊട്ടി തകർന്ന് താഴെ വീഴുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ് അതിസൂക്ഷ്മമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഫയർഫോഴ്സ് സേന അംഗം നിലവിൽ ആ വീടിനുള്ളിൽ ഈ കുടുങ്ങി കിടക്കുന്ന രണ്ടുപേർക്കൊപ്പമുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. രണ്ടുപേരും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ സിന്ധുവിന്റെ കാല് കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവരെ പുറത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തൊട്ടടുത്ത ഭാഗങ്ങളിൽ വീണ് കിടക്കുന്ന മണ്ണ് അടക്കം നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം അതിനുള്ളിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ അവരെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം ആശങ്ക നിലനിൽക്കുന്നത് ഈ കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴുമോ എന്നുള്ള കാര്യത്തിലാണ്. കൂടുതൽ മണ്ണിടിഞ്ഞ് വീണാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്കായും മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ ഈ രാത്രി കാലമായതിനാൽ തന്നെ പ്രതിസന്ധി വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെ ഈ രാത്രി വെട്ടത്തിന്റെ ഒരു കുറവ് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെട്ടം ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്നാൽ ഉടനടി തന്നെ അവർ പുറത്തെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. തന്നെ ആ കോൺക്രീറ്റ് പാളി എങ്ങനെയെങ്കിലും നീക്കം ചെയ്താൽ അവർ രണ്ടാളെയും പുറത്തെത്തിക്കാൻ, രണ്ടുപേർ മാത്രമാണ് ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളത് വലിയ ആശ്വാസകരമായാണ്. പ്രത്യേകിച്ച് രണ്ട് മുതിർന്ന ആളുകളാണ്, പ്രായപൂർത്തിയായ ആളുകളാണ് ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത്. വലിയ ആശ്വാസകരമായ കാര്യമാണ്. അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ സമയം ഇങ്ങനെ നീണ്ടുപോകുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മഴ പെയ്യുകയോ മറ്റോ ചെയ്താൽ കാര്യങ്ങളുടെ സ്ഥിതി ഗുരുതരമായി മാറിയേക്കാം. അതുകൊണ്ട് അതുകൂടി കണക്കെടുത്തുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അതേസമയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിമാലി കേന്ദ്രീകരിച്ച് മൂവ്മെന്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDRF സംഘം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അടിമാലിയിലേക്ക് പുറപ്പെട്ടിട്ട് കൂടുതൽ ഫയർഫോഴ്സ് സേനാംഗങ്ങളും അടിമാലിയിലേക്ക് എത്തുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ ഡീൻ കുര്യാക്കോസ് MPയും അവിടെ എത്തും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ഈ കുടുങ്ങി കിടക്കുന്ന രണ്ടുപേരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ ഇത്തരം ജനപ്രതിനിധികളുടെ സാന്നിധ്യം കൂടി സഹായിക്കും എന്ന് കരുതുകയാണ്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഉടനടി തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ മണിക്കൂർ ഏതാണ്ട് ഒരു മണിക്കൂറിന് മേലെ ആയിരിക്കുന്നവർക്ക് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 10:45 ഈ മണ്ണിടിഞ്ഞ് വീഴുകയും രണ്ടുപേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഒരു മണിക്കൂറോളമായി ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് വലിയ ആശങ്ക, അവർ ഭയപ്പാടിലേക്ക്, ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേരെയും ഒരു ഭയപ്പാടിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിച്ചിട്ടുണ്ട്. ഇത്ര നേരം അതിനുള്ളിൽ കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കൂടി വിശ്വാസമെടുത്തിട്ടുണ്ട്. അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിക്കുന്നത്. ഉടനടി തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും സമയം മുന്നോട്ട് പോകുന്നത് രക്ഷാപ്രവർത്തകരെ തന്നെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ധന്യ, ഈ NDRF സംഘം എപ്പോഴെത്തുമെന്നാണ് ആശങ്ക അറിയുന്നത്? NDRF സംഘത്തിന്റെ കേന്ദ്രമുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിന്ന് ഉടനടി തന്നെ കളക്ടറേറ്റിന്റെ ഭാഗത്താണ് NDRF സംഘത്തിന്റെ ക്യാമ്പ് ഉള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 20ഓളം പേരടങ്ങുന്നവരുടെ സംഘമാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉടനടി തന്നെ ഏതാണ്ട്
1 മണിക്കൂറിൽ താഴെയായിരിക്കും അവർക്ക് ഇടുക്കിയിൽ നിന്ന് അടിവാരിയിലേക്ക് എത്താൻ വേണ്ട സമയം. അത് ഉടനെ തന്നെ അവരെത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എൻഡിആർഎഫ് സംഘത്തിന്റെ പ്രാധാന്യം നിലവിൽ വീണ് കിടക്കുന്ന മണ്ണ് നീക്കുന്നതും ഇനി ഒരുപക്ഷെ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനടക്കം ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.